നമ്മുടെ ഇടയിൽ ധാരാളം കിടപ്പ് രോഗികളുണ്ട്. അവർക്കും വിഷു ആഘോഷമൊക്കെ വേണ്ടേ? ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു വീട്ടിൽ AKG തണൽ പാലിയേറ്റീവ് അതിൻ്റെ പ്രവർത്തകർ കിടപ്പ് രോഗികൾക്ക് വിഷു കൈനീട്ടം നൽകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രവർത്തകർ വിഷു കൈനീട്ടവും ഒപ്പം തന്നെ സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. വിഷു കൈനീട്ടം സമ്മാനമൊക്കെ കിട്ടി സന്തോഷമായോ? സന്തോഷമായി. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? എങ്ങനെയുണ്ട് വിഷു? വിഷു വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷെ എനിക്ക് ഇതാ വലിയ ഒരു ഭാരമായിട്ടിരിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ? സംബന്ധമായിട്ടുള്ള പ്രശ്നം അങ്ങ് AKG തണൽ പാലിയേറ്റീവ് അതിന്റെ മെഴുവേലി സോണൽ കമ്മിറ്റി അതിന്റെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡാണ് ഒരു സോണൽ. എത്ര കിടപ്പ് രോഗികൾ ഉണ്ട്? നിങ്ങൾ 78 രോഗികളുണ്ട്. ബെഡ് പൂർണ്ണമായും കിടക്കുന്ന 78 രോഗികളുണ്ട്. എല്ലാ വീടുകളിലും ചെന്നു എന്ന്? എല്ലാ വീടുകളിലും ചെന്നുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിനുള്ളത് പൂർത്തിയാവും. ഇന്നത്തെ വിഷു ഇന്ന് നിങ്ങൾ അവരോടൊപ്പമാണ്. ഏറ്റവും സന്തോഷകരമായ വിഷുവാണ് ഞങ്ങളെ സന്തോഷമായി. എല്ലാം കൊണ്ടും സന്തോഷം. വയ്യാഴ്ച കൊണ്ടുള്ളതേ ഉള്ളൂ. എന്തോ ചെയ്യാനോ വയ്യാതെ വന്നു. വയസ്സ് ഒത്തിരി ഉണ്ട്. ഒത്തിരി വയസ്സോ? 90 വയസ്സല്ലേ? വയസ്സുണ്ട്, ഒത്തിരി വയസ്സുണ്ട്. ഉള്ളവരെല്ലാം പോയി. ഞാൻ ഇങ്ങനെ കിടക്കുക. പണ്ട് വിഷു എങ്ങനെയായിരുന്നു? പണ്ട് ചാമക്കാവിലൊക്കെ പോവായിരുന്നു. എങ്ങനെയായിരുന്നു വിഷു? ചാമക്കാവിലൊക്കെ പോവായിരുന്നു. അമ്മയും അച്ഛനും എല്ലാരും കൂടി പോവായിരുന്നു. അന്നത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ വിഷുവിന് പോയത്? അന്നത്തെ ഓർമ്മയൊന്നുമില്ല. ഞാൻ പോയിട്ടില്ല. അമ്മയും അച്ഛനും പെങ്ങളും എല്ലാരും പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പോയി. ഇന്നിപ്പോ ഈ ഇങ്ങനൊരു വിഷു ആഘോഷം ഇവരെല്ലാരും വീട്ടിൽ വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ചെവി കേൾക്കത്തില്ല. കണ്ണിന് വലിയ കുഴപ്പം. ദൂരെ കൂടെ മനുഷ്യർ പോയാൽ കാണുകയൊക്കെ ചെയ്യാം. അമ്മയ്ക്കും ഹാപ്പി വിഷു. ഇതിപ്പോ നിങ്ങൾ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇനിയിപ്പം ഇത് എത്ര നാളായി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ? തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. വരും വർഷങ്ങളിലും തുടരും അല്ലേ? തുടരും. ഇന്നത്തെ വിഷു ഇവരോടൊപ്പമാണ് നിങ്ങൾ? തീർച്ചയായിട്ടും. അതെ. അടുത്ത വർഷം നമ്മൾ വിപുലമായിട്ട് ഇതിനേക്കാൾ നമുക്കിപ്പം കൊടുത്തതിനേക്കാട്ടിൽ കൂടുതൽ സഹായങ്ങൾ കൊടുക്കാനാണ് നമ്മുടെ മെഴുവേലി മേഖല സോണൽ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കമാണിത്. അപ്പോൾ അത് അടുത്ത വരും വർഷങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിച്ച് നിരന്തരായ രോഗികളെയും പ്രായമായവരെയും സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയുടെ ഞങ്ങൾ കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ സബലീകരിക്കാനാണ് ഞങ്ങളുടെ ശ്രമങ്ങൾ. അപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് സന്തോഷമായി. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നാമൊക്കെ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും നാം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു മനസ്സുകൂടി, അവരുടെ ഒരു സന്തോഷം കൂടി നാം എല്ലാവരും കരുതേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തകർ സമൂഹത്തിൻ്റെ മാതൃകയാവുന്നത്. ഏതായാലും ഇവരുടെ ഇന്നത്തെ വിഷു ആഘോഷം എന്നുള്ളത് ഇങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ വീട്ടിലെത്തി അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ വിഷു കൈനീട്ടം എന്നിവ നൽകിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.